എങ്കിലും എൻ്റെ അകത്ത് കിട്ടുന്ന ഗൈഡൻസ് ഇതായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് ഈ ഭാഗമായിരുന്നതുകൊണ്ട് ഈ വിഷയത്തെ തുടരാൻ താല്പര്യപ്പെടുന്നു. ഒരു പാരഗ്രാഫ് ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഹല്ലേലൂയ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്തു. ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അവനോട് കൂടെ മതി. നമുക്ക് വലിയൊരാശയത്തിലല്ല, വളരെ ചുരുക്കി നിങ്ങളുടെ അകത്ത് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. വായിച്ച വാക്കുകൾ ആവർത്തിക്കുന്നില്ല. ആമേൻ. ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ സംസാരിക്കാൻ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശനം നൽകിയത് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് നമ്മളെ വേലി കെട്ടിയാണ് സൂക്ഷിക്കുന്നതെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ അകത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ വേടി ഞാനിങ്ങനെ തുറന്നു കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ നിന്നെ പരിപാലിച്ചിരിക്കും. ഹല്ലേലൂയ. ശരീരത്തിനകത്ത് ബലഹീനതകൾ കാണാം, ഉറങ്ങാത്തതും ദിനചര്യയുടെ ഒരു വലിയ പ്രയാസങ്ങളൊക്കെ ശരീരത്തിനകത്ത് രോഗമായി വ്യാപിച്ചിട്ടുണ്ടാകാം. പക്ഷെ ജീവിക്കുന്ന വചനം എടുത്ത് വായിക്കകത്തൂടെ ആത്മാവിൽ പറയാൻ തുടങ്ങിയാൽ നിന്റെ ശരീരത്തിനകത്ത് ഇല്ലാത്ത ആരോഗ്യം ആ അവയവങ്ങൾക്കകത്ത് ദൈവം നൽകും. അതെ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ അന്തരീക്ഷങ്ങളെ നോക്കി പറ, അത് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എൻ്റെ നാവിൻ്റെ എൻ്റെ വാക്കുകളെ എല്ലാം കർത്താവ് നിയന്ത്രിക്കുന്നതാണ് എൻ്റെ ധാരണ. കാരണം ഇതിങ്ങനെ ഒന്നും ഞാൻ പറയത്തില്ല, ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നൊക്കെ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകല ഹല്ലേലൂയ എൻ്റെ ശരീരത്തിനകത്ത് വലിയ ആരോഗ്യം വെളിപ്പെടാൻ ഇങ്ങനൊന്നും മിണ്ടായിരിക്കരുത്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഏതോ മിറക്കിളുകൾ നിന്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. Come on. ഹല്ലേലൂയ. കേൾക്കുന്നവരെ പോലെ ഇരിക്കാതെ അനുഭവിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. അത് ചെവിയുടെ വേദനയാകട്ടെ, തലയുടെ വേദനയാകട്ടെ, തലമുടിയുടെ പ്രശ്നമാകട്ടെ, കാലിൻ്റെ പ്രശ്നമാകട്ടെ, ശരീരത്തിൻ്റെ ഏത് അവയവങ്ങളുടെ പ്രശ്നമാകട്ടെ, ഇന്ന് പകൽ റിസീവ് ചെയ്യുക. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്. ഈ പകലും അവൻ്റെ കൈ അത്ഭുതത്തിന് വേണ്ടി കുറുകിപ്പോയിട്ടില്ല. നിന്റെ അവയവങ്ങൾ ക്കകത്ത് നശിക്കപ്പെട്ട കോശങ്ങളുടെ അകത്ത് ജീവൻ പകർന്ന് അതിനകത്ത് വിടുതൽ നൽകുവാൻ ഈ പകൽ അയക്കപ്പെട്ട വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. ആമേൻ. ഒന്ന് കര അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത്. ഞങ്ങൾ ഇന്നലെ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ദീർഘദൂരത്തുള്ള രണ്ടുപേരല്ല ആക്കിയിട്ട് തിരിച്ച് ഏകദേശം 1.25 മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ചർച്ചിനകത്തേക്ക് കയറി വരുമ്പോൾ ഭയങ്കര ശബ്ദം കേൾക്കുന്നു. ഞാൻ ഓടി അകത്ത് കയറുമ്പം ഒരാള് അവൻ്റെ ഒരു 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 18-19 വയസ്സുള്ള ഒരു ചർച്ചിലെ ഒരു മകനാണ്. അവൻ അപ്പനും അമ്മയും വിശ്വാസത്തിലില്ല, ഒരു വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഒരു സ്നേഹമാണ്, സന്തോഷമാണ്. പക്ഷെ അവർ ചർച്ചിലൊന്നും വരത്തില്ല. പക്ഷെ മക്കൾ 2 പേരും ചർച്ചിലുണ്ട്. അവൻ ഇളയ മകൻ ഏകദേശം ഒരു 11 വയസ്സേ ഉള്ളൂ. അവൻ 5 ദിവസം ഉപവാസമായിരുന്നു. ഞാൻ ഇവനൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പിള്ളേരുടെ കൺട്രോൾ, അവരുടെ 5 ദിവസം ഉപവാസമായിരുന്നു. മൂത്തവന് പരിശുദ്ധാത്മാവ് തൊട്ടു. ഇവന്റെ മേലെ ഇറങ്ങി വരുന്ന ദൈവശക്തിയെ എൻ്റെ ശരീരത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇവൻ കിടന്നത് കാറുമാണ്. ഞാൻ ആദ്യം അത് ദുരാത്മാവാണ്. ഞങ്ങളുടെ കൂടെ ഒരു പ്രവാചകൻ ഇപ്പോൾ ഉണ്ട്. ഞാനത് ഇടയ്ക്ക് വന്ന് കാണുന്നത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പം കൃത്യം കാര്യങ്ങൾ അഭിഷിദ്ധന കാര്യങ്ങൾ പറഞ്ഞപ്പം
ആ രീതിയിലേക്ക് വരാൻ തുടങ്ങി. ഏകദേശം ഒരു 5-6 മണിക്കൂർ ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആത്മാവ് ഇവൻ്റെ അകത്ത് നിൽക്കുകയാണ്. 6-7 മണിക്കൂർ കണ്ടോ അവൻ്റെ ശരീരത്തിനകത്തേക്ക് ആത്മാവൊന്ന് അലലിയ ആ ഒരു കൺട്രോളിലേക്ക് അവൻ ആദ്യമായിട്ട് സ്വീകരിക്കുകയാണ്. അന്യഭാഷ, പ്രവചനം എല്ലാം കൂടി അതോ ഒരുമിച്ചാണ് തുറന്നു വന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഓരോരോ പാസ്റ്റർമാർ വന്ന് ഓരോരോ ക്ലാസ് എടുത്തിട്ട് അവരുടെ അകത്തുള്ള, ഇങ്ങനെ ആയതുകൊണ്ട് അവരുടെ അകത്തുള്ള കൃപാവരങ്ങളെ പകർന്നവന് കൊടുക്കുക. നിങ്ങളുടെ ശരീരത്തിനകത്ത് ഏതെങ്കിലും ഹല്ലേലൂയ ഇത് പറഞ്ഞിട്ടേട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതൊന്ന് ഹല്ലേലൂയ ആത്മാവിലൊന്ന് ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും അവയവങ്ങൾക്കകത്ത് നിന്റെ മേൽ രോഗമുണ്ടെന്നുണ്ടെങ്കിൽ യേശുവിന് അത് ഇഷ്ടമല്ല എന്നും അവൻ അതിനെ മനസ്സലിഞ്ഞ് ശാസിക്കാൻ വന്നവനാണെന്നും അവൻ്റെ അടിപ്പിണരികൾ നിമിത്തം സൗഖ്യം എൻ്റെ ശരീരത്തിനകത്ത് അവകാശമായി ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ, നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ ശാരീരിക ബുദ്ധിമുട്ട് മാറിക്കിട്ടേണ്ടതിനായി വിശ്വാസത്തോടെ ആത്മാവിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയും ഉറക്കെ ആഗ്രഹിക്കുകയും ചെയ്യുക. അത് നിന്റെ മേൽ ഈ പകല് വെളിപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലേലും ഈ അന്തരീക്ഷം അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. അടുത്ത മെഡിക്കൽ സ്റ്റോർ നമുക്കുണ്ട്. ഹല്ലേലൂയ. താഴെ രോഗികളും കാണാം. ഈ അന്തരീക്ഷം അങ്ങോട്ട് ചലിക്കട്ടെ. ഹല്ലേലൂയ. നാം അറിയണമെന്നില്ലെന്നേ, നാം അത് കേൾക്കണമെന്നുമില്ല. പക്ഷെ നാളെ റിസൾട്ടുകൾ ഇതിനകത്ത് നടന്നു കയറിയാൽ ഐ എം ഹാപ്പി. ഞാൻ അതിൽ സന്തോഷവാനാണ്. ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ്. അല്ല, ഈ ശബ്ദം പോകുന്ന ഓൺലൈൻ മീഡിയയിലൂടെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഈ പകൽ ദൈവത്തിൻ്റെ വചന വെളിപ്പാടിൽ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അവൻ രോഗസൗഖ്യം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൻ്റെ മേൽ രോഗങ്ങൾ കൊണ്ടു നടക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ രോഗങ്ങൾ നിന്റെ ലൈഫിൽ തന്നിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല. അവൻ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച് അയച്ച ഒരു ആത്മാവ് നമ്മുടെ അകത്തുള്ളപ്പോൾ അവൻ ഇത്തരം അനുഭവങ്ങളിലൂടെ അല്ല നമ്മളെ ഒന്നും പഠിപ്പിച്ചെടുക്കുന്നത്. തെറ്റിപ്പോയാൽ ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിലുള്ള ദൈവപ്രവർത്തികൾ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഒന്നാമത്തെ ദൂത്, അവൻ രോഗസൗഖ്യങ്ങൾ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ മിറക്കിളുകളുടെ ദൈവമാണ്. ഹി ഈസ് എ മിറക്കിൾ വർക്കർ. ഹല്ലേലൂയ. അവന്റെ പദ്ധതി ഇന്ന് ഇവിടെ ഉണ്ട്. I believe. ഞാൻ അതിനെ ആഴമായി വിശ്വസിക്കുന്നു. അത് നിങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വാക്കുകൾ എനിക്ക് നല്ല ധാരണയുണ്ട് ഈ വിഷയത്തിനകത്ത് ദൈവം എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. ഹല്ലേലൂയ. ചിലപ്പോൾ അനക്കവും പെരുപ്പും വേളവും ഒന്നും കണ്ടെന്ന് വരത്തില്ല. അത് നിങ്ങളുടെ ഉത്തേജനവും ഉന്മേഷവും പോലെ ഇരിക്കും. പക്ഷെ എൻ്റെ വാക്കുകൾക്ക് നല്ല കനമുണ്ടെന്ന് ഇന്ന് പകൽ നന്നായിട്ട് എനിക്കറിയാം. അത് എൻ്റെതല്ല എന്നും അത് ദൈവം എന്നിൽ അയച്ചതാണെന്നും അറിയാം. ഇവിടെ ഇരുന്നപ്പോൾ കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ടി എന്നെക്കൊണ്ട് ഇങ്ങനെ ദൈവത്തിന് പറയിപ്പിക്കാമെങ്കിൽ ഹല്ലേലൂയ ഇതിനപ്പുറം ഉള്ളതും ചെയ്യാനും ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒരു വേർഡ് സ്ക്രീനിൽ വായിക്കാനിടയായി തീർന്നു. ആളുടെ പേര് മറന്നുപോയി. ഹല്ലേലൂയ. ദൈവത്തെ പരീക്ഷിച്ചോ എന്ന് ദൈവം ചോദിച്ചപ്പോൾ ദൈവം ആ മനുഷ്യൻ പറയും, ഇല്ല എനിക്ക് പരീക്ഷിക്കണ്ട. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഹല്ലേലൂയ. നീ എന്നെ പരീക്ഷിച്ചോളാൻ ചോദിച്ചപ്പോൾ പറയാ, ഇല്ലെന്ന്, എനിക്ക് വേണ്ടെന്ന്, എനിക്ക് വിശ്വാസമാണെന്ന്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേഗത കൂടും. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നത് ശൗൽ എന്ന് പറയുന്ന പരീശന്റെ മകൻ. ഹല്ലേലൂയ. അദ്ദേഹം യെരൂശലേമിൽ വലിയ പീഡനങ്ങൾ നടത്തുവാനിടയായി തീർന്നു. യെരൂശലേമിലെ സഭ പീഡനങ്ങൾക്ക് വിധേയമായി അടുത്ത പട്ടണങ്ങൾക്കകത്തേക്ക് കയറുന്നു. സ്തെഫാനോസിനെ കൊല്ലുന്നതിന് പ്രധാന കാരണക്കാരനായി ഈ ശൗൽ മാറുവാനിടയായി തീർന്നു. അടുത്തടുത്ത പട്ടണങ്ങളിൽ സുവിശേഷത്തിന്റെ വ്യാപാരം നിമിത്തം ഉയർന്നു വന്ന സഭകളെ മുച്ചോട് മുടിക്കേണ്ടതിനായി അധികാര പത്രവും കൊണ്ട് തനിക്ക് ലഭിച്ചിരിക്കുന്ന തൻ്റെ കുതിരപ്പുറത്ത് വലിയ വേഗത്തിൽ ആ പട്ടണങ്ങൾക്കകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നാം വായിച്ച വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദമസ്കോസിന്റെ പടിവാതിലുകൾ താണ്ടി കടന്നു വരുമ്പോൾ ഒരടി കിട്ടി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സുവിശേഷത്തിന്റെ വ്യാപാരത്തിന് തടസ്സം ആര് നിന്നാലും അവർക്കൊരടിയുണ്ട്?
ഹല്ലേലൂയ. തുടരട്ടെ തുടരട്ടെ. അനുസൂയമാ ആത്മാവാ സുവിശേഷത്തിന്റെ ശബ്ദത്തെ ഈ പട്ടണത്തിനകത്ത് തുടരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യെരൂശലേമിലെ സഭയെക്കുറിച്ച് ഞാൻ പറയാം. ദമസ്കോസിലെ സഭയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പുറകോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ദമസ്കോസിൽ ചില വിശ്വാസികൾ ഉണ്ടെന്ന് ഈ മനുഷ്യന് മനസ്സിലായി. ഹല്ലേലൂയ. അവർ ധൈര്യമുള്ളവരാണെന്ന് മനസ്സിലായി. അവർ സുവിശേഷം പറയുന്നവരാണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. യേശുവിൻ്റെ നാവ് ഉയർത്തി പറയരുതെന്ന് മഹാപുരോഹിതന്മാരും പരീശന്മാരും താർക്കികമായി പറഞ്ഞിട്ട സ്ഥലത്ത് ഹല്ലേലൂയ ഫിലിപ്പോസ് ഉൾപ്പെടെയുള്ള ദൈവദാസന്മാർ, അനന്യാസ് ഉൾപ്പെടെയുള്ള ദൈവദാസന്മാർ ആ പട്ടണത്തിനകത്ത് യേശുവിനെ പറയാൻ തുടങ്ങിയപ്പോൾ അധികാര പത്രവും മേടിച്ചുകൊണ്ട് ഈ പരീശൻ ഗമാലിയന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ ഹല്ലേലൂയ മുഴുവൻ പഠിച്ചെടുത്ത മനുഷ്യൻ ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചുള്ള എരിവ് എൻ്റെ അകത്ത് പൂണ്ടിട്ട് താൻ ഹല്ലേലൂയ വാളും തനിക്കുള്ള ആയുധങ്ങളുമായി ദമസ്കോസിലേക്ക് കയറുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇത് വേറെ കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഈ ഭാഗം മാത്രമല്ല എനിക്ക് സംസാരിക്കാനുള്ളത്. ഹല്ലേലൂയ. നമ്മളൊരു സ്പിരിച്വൽ കവറിങ്ങിനകത്ത് നിൽക്കുന്നവരെന്നറിയണം. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ഒരു സാത്താനും നിന്നെ തൊടാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവ് നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ വാതിൽ ചവിട്ടി തുറന്ന് ഒരുവനും വരത്തില്ല. നിന്റെ കുടുംബത്തിനകത്തേക്ക് സാത്താൻ്റെ ഒരു പദ്ധതിക്കും കടക്കാൻ കഴിയത്തില്ല. അതുപോലെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ അകത്താണ് നീ ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒന്നുകൂടി ഈ വചനത്തിന് ഒരു ആക്കം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് 1-2 വാക്കുകൾ പറഞ്ഞിടാം. യോബിന്റെ അടുക്കൽ 2-3 പ്രാവശ്യം ഹല്ലേലൂയ സാത്താൻ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ അടുക്കൽ മടങ്ങി വരുമ്പോൾ ദൈവം ചോദിച്ചൊരു ചോദ്യത്തിനകത്ത് നീ എവിടെ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ദാസനായ യോബിന്റെ അടുക്കൽ ചെന്നോ എന്ന് ചോദിച്ചപ്പോൾ ചെന്നു, പക്ഷെ എനിക്ക് അവനെ തൊടാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ഒരു കവറിങ് അവിടെ ഉണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽ തിരിച്ചറിയണം, ഇന്ന് ശരീരത്തിനകത്തോ വീടിനകത്തോ ഇല്ലാത്തവർ ഒന്ന് സ്വീകരിച്ചാൽ മതി. ഈ നിമിഷം മുതൽ അവൻ്റെ ഒരു കവർ അവിടെ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു ഇത് ഏറ്റെടുത്തോണം കേട്ടോ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് രോഗത്തിന്റെ ബാധയോ ശാരീരിക പീഡനങ്ങളോ അഴിച്ചുവിടുന്ന രീതിയിൽ സാത്താന്യ പ്രഹരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ പകല് പരിശുദ്ധാത്മ പറയുന്നു, അതിനെ അവിടെ നിന്ന് വലിച്ചിറക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തി നീ ഇവിടെ നിന്ന് സ്വീകരിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പാഞ്ഞല്ല കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ഇന്ന് രാവിലെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ വീടിനകത്ത് മിറക്കിൾ കണ്ടിരിക്കും. നീ മടങ്ങി ചെല്ലുമ്പോൾ കണ്ടേച്ചു പോകുന്നവൻ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ ആത്മാവ് ഇന്ന് രാവിലെ ഒരു അത്ഭുതം ചെയ്യാൻ മടിയില്ലാത്തവനാണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ മുഴുവൻ അത്ഭുതത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, അറിയാതെ ദൈവത്തിന്റെ ആത്മാവ് പറയിപ്പിക്കുന്നതാ. മടി കൂടാതെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയം നിന്റെ കണ്ണുകൾ അത് കാണാൻ പോകുക. ഇന്ന് ഉച്ച കഴിഞ്ഞത് കാണുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു ആക്ട് ചെയ്തോണ്ട് ഒന്ന് വെളിപ്പെടുത്തി അവനെ ആരാധിക്കാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടോ? യോവിന്റെ ചുറ്റിനും ഒരു വേലി ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളം ഭാഷയ്ക്കകത്ത് അതിൻ്റെ അർത്ഥം എനിക്കറിയാം. ഹല്ലേലൂയ. വേലി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്തേക്ക് വരുന്നത് ഹല്ലേലൂയ 2-3 പത്തക്കമ്പുകൾ ചുറ്റിയിട്ട് അതിനകത്തൂടെ എന്തോ വലിച്ചു കെട്ടിയതുപോലെയാണ്. ഇതല്ല യോബിന് ചുറ്റുമുള്ള വേലി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 1000 ദൂതഗണങ്ങളെ കൊണ്ട് ഹല്ലേലൂയ ആ വീടിനെ ദൈവം കവർ ചെയ്തിരിക്കുക. യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരുന്നു, പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഈ ചോദ്യവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് 1000 കോടി ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി അന്തരീക്ഷത്തിനകത്തേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ മേന് വേണ്ടി ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൂതഗണങ്ങൾ ഇന്ന് രാവിലെ ആത്മാവിലൂടെ അനുവദിക്കുകയാണ്.
ഹല്ലേലൂയ. ചില വീടുകൾക്കകത്തൊക്കെ ഭയങ്കര ഡെലിവറൻസ് സംഭവിക്കാൻ പോവാ. സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. നിങ്ങൾ മാത്രമല്ലെന്ന്, നിങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാവരും വീടിനകത്ത് വെളിപ്പെടും. എന്തേ? സ്വീകരിക്കാൻ മനസ്സില്ലേ? ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ദൈവാത്മാവ് അത് നിന്റെ വീട്ടിൽ ചെയ്യാൻ പോകുക. നിന്റെ കുഞ്ഞിന്റെ വിഷയമാകട്ടെ, ഭാര്യയുടെ വിഷയമാകട്ടെ, ഭർത്താവിന്റെ വിഷയമാകട്ടെ, പ്രോപ്പർട്ടിയുടെ വിഷയമാകട്ടെ, ഹല്ലേലൂയ, സാമ്പത്തികത്തിന്റെ വിഷയമാകട്ടെ, ജോലിയുടെ വിഷയമാകട്ടെ, ഏത് മേഖലയ്ക്കകത്താണോ സാത്താൻ കരം വെച്ചത് അവിടെ നിന്ന് തിരിച്ചെടുക്കാൻ കഴിവുള്ള, അതിനെ വലിച്ച് പിറകോട്ടെടുക്കാൻ കഴിവുള്ളവൻ നിന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്നാ തോന്നുന്നത്. ഹല്ലേലൂയ. തൻ്റെ അപ്പൻ തന്നെ കാക്കാൻ കൊടുത്തിരുന്ന ആ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ധ്യാനത്തിൽ കണ്ട ഒരു കാഴ്ച പോലെ പറയാം. ഹല്ലേലൂയ. ആടുകളെ മേയ്ക്കാൻ വിട്ടിട്ട് ഒരു സ്ഥലത്ത് വീണ തൻ്റെ കയ്യിലിരിക്കുന്ന വയലിൻ വായിച്ചുകൊണ്ട്, എന്തുവാണ് ആ സാധനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, താൻ അറിയാതെ പിറകിൽ നിന്ന് ഒരു സിംഹം തൻ്റെ ആടിനെ പിടിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടുകൂടെ ചേർത്ത് പറയാം. ഒരിക്കലൊരു സിംഹവും, അതേ കഥയായിട്ടാണ് പറയുന്നത്, ഒരിക്കലൊരു കരടിയും. ഹല്ലേലൂയ. എനിക്ക് അപ്പൻ തന്ന അവകാശമായ ആടിനെ പിടിക്കുമ്പോൾ കണ്ടുകൊണ്ട് ഞാൻ നോക്കി നിന്നില്ല. ഞാൻ ബാലനാണെന്ന് എനിക്കറിയാം, എനിക്ക് അധികം ശക്തിയില്ലെന്നും അറിയാം. പക്ഷേ എപ്പോഴോ എവിടെ നിന്നോ ഒരു ശക്തി എൻ്റെ മേൽ വന്നു, എപ്പോഴോ എൻ്റെ മേലൊരു ധൈര്യം വന്നു. ഇതാണ് ദൈവപ്രവൃത്തി കേട്ടോ. നീ എന്താ ചെയ്യുന്നെന്ന് നിനക്ക് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആടിനെ തൻ്റെ കോമ്പല്, ആ സിംഹത്തിൻ്റെ കോമ്പലിനകത്ത് നിന്ന് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ശക്തിയിലേക്ക് ദാവീദിന്റെ കരത്തെ ശക്തിപ്പെടുത്തിയ ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞാൽ, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, നീ ഒരു സ്ഥലത്തും പരാജിതപ്പെട്ടു പോകാതിരിക്കാൻ നിന്റെ കൂടെ ആ ദൈവം ഇറങ്ങി നിൽക്കാൻ പോകുക. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിന്റെ മുമ്പിൽ ഈ കഥ അവതരിപ്പിച്ചിട്ട് ദീർഘ ദിവസങ്ങൾ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഗോലിയാത്തിന് നേരെ പടച്ചട്ടകളില്ലാതെ, ആയുധധാരിയല്ലാത്ത ഈ മനുഷ്യൻ, ചെറിയ മനുഷ്യൻ ദാവീദ് ഇറങ്ങിച്ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ എന്താ ഇങ്ങനെ, ഹല്ലേലൂയ, ഒരു നായെ തല്ലാൻ വരുന്നത് പോലെ എൻ്റെ നേരെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി, എൻ്റെ നാമത്തിലല്ല, ഇസ്രായേലിൻ്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ ഞാൻ വരുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം ഹല്ലേലൂയ നോക്കി നിൽക്കാനേ ആ ഗോലിയാത്തിന് പറ്റിയുള്ളൂ. ആ ചെറിയ ദാവീദിന്റെ മുമ്പിൽ ദൈവത്താൽ ഗോലിയാത്ത് വീഴുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഒരു രാജ്യത്തിന്റെ പതനമാണ് ഒറ്റ കല്ലുകൊണ്ട് ദാവീദ് തീർത്തെങ്കിൽ, വിശ്വാസത്തോടെ ഒരു കാര്യം വിളിച്ചു പറയാം, ദീർഘ ദിവസങ്ങൾ നിന്നയായിപ്പോയ ഒരു ദൈവരാജ്യം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ഉയർച്ചയാണ് കണ്ടത്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നാളുകൾ കൊണ്ട് ക്ഷീണിച്ചു പോയ, ഹല്ലേലൂയ, ക്ഷീണിച്ചെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ഈ പട്ടണത്തിനകത്ത് ഇന്നുവരെ ചലിക്കാത്ത രീതിയിൽ, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ അത് പറയാ, ഇവിടുത്തെ ചർച്ചുകളെല്ലാം നിറയും. ഹല്ലേലൂയ. ഒന്നല്ല, ഇവിടുത്തെ ചർച്ചകളെല്ലാം നിറയുന്ന രീതിയിലേക്ക് ഒരു ആത്മീയ ഉണർവ് ഈ പട്ടണങ്ങൾക്കകത്തേക്ക് ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തിന്റെ ആ പകർച്ചയായി കൈമാറുന്നു. വാക്കുകളും ഭാഷണങ്ങളും കൂടാതെ ഒരു സുവിശേഷത്തിന്റെ ശക്തിയുടെ വ്യാപനം അല്ലെങ്കിൽ പട്ടണങ്ങൾക്കകത്ത് കിടക്കുന്ന, ഗ്രാമങ്ങൾക്കകത്ത് കിടക്കുന്ന കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തികൾ കൃത്യമായി ആത്മാവിനാൽ നിന്ദിക്കപ്പെടുന്ന ദൈവശക്തിയുടെ പ്രദർശനമായി വ്യക്തിത്വങ്ങൾ മാറട്ടെ. വിശ്വാസത്തോടെ ആത്മാവിൽ പിടിച്ചോണം ഈ വചനത്തെ. ഏതൊക്കെയോ ചില മേഖലകളെ ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാർ വെട്ടുന്നത് കൊണ്ടാണ്, ഹല്ലേലൂയ, അവരവിടെ വെട്ടുന്നത് കൊണ്ട് എൻ്റെ വാക്കിന് ഇത്ര ശക്തി വരുന്നത്. ഞാനിവിടെ പറയുന്നത് കൊണ്ടല്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. ഒരു വിശ്വാസി തൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഹല്ലേലൂയ, സാത്താന്റെ ശക്തികൾ അവിടെ തകരുകയാണ്.
സാത്താൻ്റെ ശക്തികൾ അവിടെ തകരുകയാണ്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ആ പ്രശ്നം. ഹല്ലേലൂയ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ ചിലതൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ക്ഷീണമാണ് പത്മയാൻറ്റി, ചില ദിവസങ്ങളായിട്ട് വീഴ്ച, താഴ്ച, ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തോടെ പറ, ഇല്ല, ഇതിനകത്ത് ഹല്ലേലൂയ എന്തി നടക്കാനല്ല, ആത്മാവിൽ ഓടാൻ കഴിയുന്ന ആരോഗ്യം എൻ്റെ ശരീരത്തിനകത്തേക്ക് ആത്മാവ് അനുവദിക്കാൻ. എപ്പോഴാ? നാളെയല്ല, ഇപ്പോഴനുവദിക്കാൻ. ഈ കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ 18ന്റെ അതേ ആരോഗ്യത്തോടെ ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഓടിത്തുടങ്ങിക്കണം. നിന്റെ മുട്ടുവേദന താഴോട്ടല്ല മേലോട്ട് പോക്കോട്ടെ. നിങ്ങൾ തന്നെ എങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ഇങ്ങനെ ഇരുന്ന എൻ്റെ വാക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണോ? ഹല്ലേലൂയ. ഇന്ന് പകല് വളരെ ലളിതമായ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് സഹായിക്കട്ടെ. ഒരു സ്പിരിച്വൽ കവറിങ്ങിനകത്താണ് നിൽക്കുന്നത്. വളരെ വേഗത്തിൽ ഈ ആശയം നിങ്ങളെ അധികം ബോറടിപ്പിക്കാതെ ഈ ആശയത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. യെരുശലേമിലെ സഭയ്ക്ക് കവറിങ് ഇല്ലായിരുന്നോ? യെരുശലേമിലെ സഭയ്ക്ക് കവറിങ് ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നെന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഉണ്ടായിരുന്നു, നിശ്ചയമായിട്ടുണ്ടായിരുന്നു. പക്ഷെ 1-ാം നൂറ്റാണ്ടാണ്, സഭയുടെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂത് എന്ന് പറയുന്നത് നിങ്ങൾ യെരുശലേമിൽ മാത്രം ഇരിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിൻ്റെ അകത്ത് മാത്രം ഇരിക്കരുത്. ഹല്ലേലൂയ. പുറത്തോട്ട് ഇറങ്ങണം. ഹല്ലേലൂയ. നിങ്ങൾ യെരുശലേമിൽ മാത്രം ഇരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ശമരിയിൽ ചർച്ച ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. പിടിക്കാൻ വരുന്നവരൊക്കെ പിടിച്ചോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മുണ്ടക്കയത്ത് മാത്രമല്ല, കാഞ്ഞിരപ്പള്ളിയിലും ചർച്ച ഉണ്ടാകണം, കുട്ടിക്കാനത്തും ചർച്ച ഉണ്ടാകണം. ഹല്ലേലൂയ. മുന്നോട്ട് പോയ ഉപ്പുതറയിലും ചർച്ച ഉണ്ടാകണം, അങ്ങോട്ട് പോയ പൊൻകുന്നത്തും ചർച്ച. കമോൺ. ഇന്ന് പകൽ എല്ലാ പട്ടണങ്ങൾക്കകത്തും ഓരോന്ന് നടാൻ താല്പര്യമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ തുടങ്ങിക്കോണം. അടുത്ത ഗ്രാമപ്രദേശങ്ങൾക്കകത്തേക്ക് ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ. യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിന്റെ വാഗ്ദത്തത്തിനകത്ത് പ്രാപിച്ചെടുത്ത ആത്മാവിനകത്ത് നിൽക്കുന്ന ജനം, ഹല്ലേലൂയ, വീണ്ടും യെരുശലേമിൽ തന്നെ തമ്പടിക്കുകയാണ്, കൂടാരം അടിച്ചതുപോലെ. യേശു കയറിപ്പോകുമ്പോൾ പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, പിതാവിന്റെ വാഗ്ദത്തം വരുന്ന വരെ യെരുശലേം വിടരുത്. വാഗ്ദത്തം വന്നോ, വാക്കിങ്ങനെ തുടർന്ന്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. ആ അറ്റത്തോളം ഓടിക്കാൻ ദൈവപദ്ധതി ഇടുമ്പോൾ ഈ അണ്ണന്മാരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു സ്ഥലത്തിരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എഴുതപ്പെട്ടൊരു വാക്യമുണ്ട്, സഭയെ ചിതറിച്ചു കളഞ്ഞു. ചിതറിച്ചു. എന്തേ ചിതറിച്ചതിന്റെ കാര്യം? താഴോട്ട് വായിച്ച കാണാം. ചിതറിയെടുത്തെല്ലാം അവർ പോയി ദൈവവചനം ശുശ്രൂഷിച്ചു. അവിടെയെല്ലാം സഭകളുണ്ടായി. ഹല്ലേലൂയ. പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ പദ്ധതി ഈ ഇട്ടാവട്ടത്ത് കടന്ന് കറങ്ങാനല്ല ദൈവ പദ്ധതി. അതിനപ്പുറത്തേക്ക് ഒരു റേഞ്ച് ദൈവം നിനക്കിട്ടിട്ടുണ്ട്. ഹിതം മനസ്സിലായി നിന്റെ ദൈവപ്രവൃത്തിയെ മനസ്സിലാക്കി നിന്നാൽ നിനക്കൊരാപത്തും സംഭവിക്കില്ല, ഒരു ദോഷവും നിന്റെ വീടിനകത്ത് വരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഐ ഡിക്ലെയർ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, നിന്റെ വീടിനകത്ത് ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പിടികെ സ്പിരിച്വൽ എൻകൗണ്ടറുകൾ ആത്മാവ് നൽകി തരാൻ പോവുകയാണ്. ദൂതനെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രാർത്ഥനാ റൂമിൽ ഇരുന്നോണം. ആ ശുശ്രൂഷയുടെ അപ്ഡേഷൻസുകൾ സംഭവിക്കുമ്പോൾ വിസിറ്റേഷൻസുകൾ നിന്റെ റൂമിനകത്തുണ്ടാകും. ഇന്നലെ ഞാൻ ഒരു ദൈവഭക്തനുമായി, ഒരു മോനാണ്, അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ബോധ്യം, ആ ബോധ്യത്തിനകത്ത് വചനത്തിൻ്റെ കൃത്യം അർത്ഥം എൻ്റെ അകത്ത് ഗ്രഹിപ്പിച്ചിട്ട് ഒരു വാക്ക് ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നിന്റെ ശരീരത്തിനകത്തേക്ക് ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുമ്പോൾ വരുന്ന ഓരോ ശക്തിയുടെ പിറകിലും ഓരോ പ്ലാനുണ്ട്. തുള്ളാനും ചാടാനും മറിയാനും വീഴാനും മാത്രമല്ല, ഇതിനകത്തൊരു കൃത്യമായ പ്ലാനുമായിട്ടാണ് ഓരോ സ്പന്ദനവും അയക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 2 റിലം, നീ സ്വീകരിച്ച റിലവും അയക്കപ്പെട്ട അന്തരീക്ഷത്തോടെ ചേർത്ത് പഠിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം, ഹല്ലേലൂയ, ഞാനത് അയച്ചത് ഒരു 100 മേനിയെ സ്വപ്നം കണ്ടു,
ഞാനത് ആ വചനം അയച്ചത് ഒരു 100 മേനിയുടെ സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ സ്വീകരിച്ചത് ഹല്ലേലൂയ 2-3 പേരാണെങ്കിലും ദൈവത്തിന് മടിയില്ല. ഞാൻ ഇനി അയക്കാൻ തയ്യാറാ. ഹല്ലേലൂയ, ഞാൻ ഇനി അയക്കാൻ തയ്യാറാ. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്ന ഒരു സെക്കൻഡ്, ഇത് ഓൾറെഡി പ്രവചിച്ച ഒരു സെക്കൻഡ് ടച്ചിന് മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ച് തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ആ ലാളനം മുണ്ടക്കയത്തിന്റെ പട്ടണങ്ങൾക്കകത്ത് ശരിക്കും അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഈ വിഷയത്തിനകത്ത്. ഹല്ലേലൂയ, ദൈവം എവിടെയൊക്കെ തൊട്ടു തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ പ്രതീക്ഷിക്കാത്തവർ നിന്റെ കൂടെ വന്നിരിക്കും. ആമേൻ പറഞ്ഞവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വളരെ ബ്ലണ്ടർ അടിച്ചാൽ നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ചെയ്യിപ്പിക്കുന്ന എന്നാന്ന് ഒരു ധാരണയില്ല. കാരണം ചെയ്തെല്ലാം വരുമ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്നതെന്ന് പറഞ്ഞ് നിൽക്കത്തില്ല. എന്തെങ്കിലും ആകട്ടെ, നിൽക്കാൻ തയ്യാറാ, ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിൽക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പ്രവർത്തിച്ചോളൂ എന്ന്. ഹല്ലേലൂയ. സമയം നോക്കരുത്. ചിലപ്പോൾ 12 മണി ആയിരിക്കും, ചിലപ്പോൾ 4 മണിയായിരിക്കും, ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ലെന്നായിരിക്കും. പക്ഷെ ജീവനുകൾ തിരിച്ചു വരും. ഹല്ലേലൂയ. എനിക്കിത് മുണ്ടക്കയത്ത് കൊണ്ടുവരണമെന്നും മുണ്ടക്കയത്ത് ഇറങ്ങി നിന്ന് പറയണമെന്നും താല്പര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ എൻ്റെ വൈഫ് പറയുന്നുണ്ട്, ഇനി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോഴാണ്, നേരത്തെ ആയിരുന്നെങ്കിൽ അല്പം കൂടെ നല്ലതായിരുന്നേനെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഏതൊക്കെയോ മേഖലയ്ക്കകത്തൊരു റീപ്ലാന്റ് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിന്റെ വീടിനകത്തൊരു റീബിൽഡിങ് സംഭവിക്കാം. ഇതെടുക്കാതെ പോകരുത്. ഞാൻ എല്ലാം വിട്ട് ഈ ഒരു ഭാഗം മാത്രം പറയാം. ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് ഒരു പുതിയ പണിക്ക് വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. ഒന്നുകൂടെ പ്രാർത്ഥനയൊന്ന് ചടകുടഞ്ഞ് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഒന്നുകൂടെ സമയം ഒന്ന് ക്രമീകരിക്കണം. അല്പം കൂടി ഒന്ന് ആത്മാവിൽ ജാഗരിക്കണം. ഒന്നുകൂടി ഒന്ന് അന്യഭാഷയിൽ ജാഗരിക്കണം. ഒന്നുകൂടി ആ പ്രവചനത്തെക്കുറിച്ചൊന്ന് കേൾവി ഒന്ന് പൊടിതട്ടി എടുക്കണം. ഹല്ലേലൂയ. ആ വചനത്തെ ഒന്നുകൂടെ സ്വീകരിക്കണം. ഒന്നുകൂടെ ചാടി ഒന്ന് ഓടി ദൈവത്തെ ആരാധിക്കണം. കൊതിയുണ്ടോ ഇന്ന് പകൽ? വിശ്വസിക്കാൻ തയ്യാറുള്ളവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, അങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങിയ നീ അറിയാത്ത ചിലതിനെ ദൈവം നിന്റെ കരത്തിൽ തരും. സ്പിരിച്വൽ കവറിംഗ് പ്രസംഗിക്കുന്നത്, പക്ഷെ എങ്ങോട്ടൊക്കെ ഓടുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് പുറത്തും ചിലർക്ക് വേണ്ടി ഒരുക്കുന്നത് കൊണ്ട് നിങ്ങളിലൂടെ ഈ പ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു ആശ്വാസമാണ് പലർക്കും. ഹല്ലേലൂയ. നീ ഒരു തണുപ്പാണ് പലർക്കും എന്ന് ഞാൻ പ്രവചിക്കുക. നിങ്ങളെ നോക്കി. ഹല്ലേലൂയ. ആരാ തണുപ്പ് അനുഭവിക്കുന്നവരെന്ന് നാളെ കാണട്ടെ. ഞാൻ അവരെ കാണാൻ താല്പര്യമുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളിൽ നിന്നൊരു തണുപ്പ് അനുഭവിക്കുന്നവൻ നിന്റെ പുറകെ ഇതിനകത്തേക്ക് ഓടിക്കയറിയിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പ്രവർത്തിക്കുമെന്ന്. നീ വിശ്വസിപ്പിച്ചിട്ട് പ്രവർത്തിക്കുക, അങ്ങനെയും കർത്താവ് തയ്യാറായിട്ട് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. കാരണം അവൻ നിങ്ങളെ വിശ്വസിപ്പിക്കാനും വേണ്ടിയാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിനകത്ത് ഈ പ്രവൃത്തികൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. യെരൂശലേമിലെ സഭ അടിത്തറയുള്ള സഭയാണ്, പക്ഷേ വട്ടത്തിൽ കടന്ന് കറങ്ങാം. ഇവരുടെ പ്രശ്നം ജാതികളിലേക്ക് സുവിശേഷത്തിന്റെ സത്യത്തെ തുറന്നു വിടുന്നില്ല. ഇവരുടെ പ്രശ്നം ജാതികളിലേക്ക് സൗഖ്യത്തിന്റെ കരം തുറന്നു വിടുന്നില്ല. കാരണം എന്താ? അറിയത്തില്ല. പല പ്രാവശ്യങ്ങളിലാകുന്ന ദർശനങ്ങളുണ്ട്. പത്രോസിന്, യാക്കോബിന് അറിയിപ്പുകളുണ്ട് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാപിച്ച അതേ ആത്മാവിനെ അവരുടെ ഉള്ളിൽ അയക്കാൻ തയ്യാറായി നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ബന്ധങ്ങളുള്ളത് മുഴുവൻ ഈ ഒരു സ്പിരിച്വൽ കവറിങ്ങിനകത്ത് നിൽക്കുന്നവരോട് മാത്രമാണ്. അല്ലെങ്കിൽ വേർപാടില്ലെന്ന് നമുക്ക് പറയും. പക്ഷെ ഞാൻ എൻ്റെ ആ കെട്ടങ്ങ് പൊട്ടി. എനിക്കിപ്പോൾ പകുതി കൂട്ടുകാർ ഒന്നും അറിയാൻ മേലാതെ വെള്ളം കഴിച്ച് നടക്കുന്നവരൊക്കെ. എനിക്ക് ഇവരുടെ അടുക്കൽ ഇച്ചിരി പോകാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഇവരുടെ വാക്കുകളും വാചകങ്ങളും ഒക്കെ നമുക്ക് സഹിച്ചു നിൽക്കാനൊക്കെ ഇച്ചിരി പാകാണ്. പക്ഷേ ഒന്ന് തിരിച്ചു പിടിച്ചാൽ ഭയങ്കര രക്ഷപ്പെടും.
2 ദിവസം കൂടെ നടന്നാൽ മതി. അവരുടെ കൂടെ നടക്കുകയല്ല, കൂടെ നമ്മുടെ കൂടെ പിടിച്ചിരുത്തിയാൽ മതി. ഹല്ലേലൂയ. 3-ാം ദിവസം അവനെ തിരിക്കാനുള്ള വഴിയും ദൈവം പറഞ്ഞു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്നുകൂടെ പറയാം. ചില നാളുകൾക്ക് പിറകിൽ ഞാൻ ഏറ്റവും സാമ്പത്തിക മാനസിക പ്രശ്നം അനുഭവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഭയങ്കര ആഗ്രഹമാണ് സുവിശേഷം പറയണം. രാവിലെ ഇറങ്ങും, രാവിലെ സുവിശേഷം പറയാൻ ഇറങ്ങി. ഉച്ചയ്ക്കുന്ന ആഹാരമൊന്നും ഇല്ല കേട്ടോ, ആഹാരം കഴിക്കാൻ സ്ഥലങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്നോ ആമേൻ നമ്മൾ പട്ടിണി നടക്കുമെന്നോ ആരെ അറിയിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര അഭിമാന പ്രശ്നമാണ്. ഈ ആത്മാവ് കയറി കഴിയുമ്പോൾ ഇതൂടെയൊക്കെ ഉണ്ടാവും. ആമേൻ ആമേൻ ഹല്ലേലൂയ. കുമരകം ബോട്ടിയേട്ടിലേക്ക് ഇരുന്നിട്ട് എല്ലാവരും ആഹാരം കഴിച്ച് ഇരുന്ന അതേ സമയത്ത് നമ്മളും ചെല്ലും, അതേ ജില്ലയിൽ നമ്മളും നിൽക്കും. ആമേൻ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കുമരകത്ത് നിന്ന് അവസാനത്തെ വണ്ടി ഞാനാ. എൻ്റെ ഒരു ചെറിയ പൾസറിൻ്റെ ബൈക്കുണ്ട്, ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല, ഇവിടെ വന്നപ്പോൾ അതുണ്ടോയെന്ന് അറിയത്തില്ല, ഓർക്കുന്നില്ല. അപ്പൻ ആ പൾസറിലാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത്. എപ്പോഴും കുമരകത്തോട്ട് ഉള്ള വഴിയിൽ ആ ബേക്കറി എക്സിന്റെ സൈഡിൽ ഒരാൾ നിൽക്കുന്നതാണ്. എനിക്ക് ഈ ആരോടെങ്കിലും വ്യക്തിപരമായി സുവിശേഷം പറയുന്ന അന്നത്തെ ഭയങ്കര ആവേശമാണ്. ഞാൻ ഇയാളെ അങ്ങോട്ട് ചോദിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോകും. ആദ്യം കൊണ്ടുപോയപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നൊരു അനുഭവത്തിലല്ല ഇരിക്കുന്നത്. കാര്യം പുള്ളി ബാഹറിലെ ഒരു സ്റ്റാഫാണ്. അദ്ദേഹം ബാറിൽ നിന്നല്ല കഴിക്കുന്നത്, തൊട്ടിപ്പുറം ഷാപ്പുണ്ട്, അവിടെ കയറിയിരുന്ന് കഴിച്ചേച്ച് അവസാനം വീട്ടിലേക്ക് പോവോ. ഈ കോലത്തിൽ എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്? എങ്കിലും ക്ഷമിച്ചു. എനിക്ക് ഒന്നതിൽ 2-2.5 മാസത്തോളം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അദ്ദേഹം വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകാനിടയായി തീർന്നു ബൈക്കിൻ്റെ പുറകിൽ. ഒരിക്കലും ഞാനിങ്ങനെ കൊണ്ടുപോകുമ്പം ഇച്ചിരി ബോധമുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എല്ലാ ദിവസവും ചോദിക്കുന്ന ചോദ്യമാണ്, പുള്ളിക്ക് ഒരു ബോധമില്ലാതെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, അച്ചാച്ചൻ്റെ വീട് എവിടെയാ? അച്ചാച്ചൻ പറഞ്ഞു, ഞാനിതെല്ലാം ചോദിക്കുന്നത് എന്തെങ്കിലും പുള്ളിയോട് സംസാരിച്ചിട്ട് യേശുവിനെ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന സ്ഥലത്താണ്, ഈ കുമരകത്ത് നിന്ന് താഴോട്ട് ഇറങ്ങിച്ച് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ചെല്ലുന്നതിൻ്റെ താഴോട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ സൈഡിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അമ്പലത്തിൻ്റെ പേര് കൂട്ടിയാണ് എന്നോട് ഇദ്ദേഹത്തിൻ്റെ വീട് പറഞ്ഞത്. അത് കഴിഞ്ഞ് തൊട്ട് പറയാണ്, നിങ്ങൾക്കറിയാമോ ആ അമ്പലത്തിലെ ദേവിക്ക് ഭയങ്കര ശക്തിയാണ്. അടുത്തൊരു ദിവസം ഇങ്ങനെ കൊണ്ടുപോകും, ഇച്ചിരി ബോധമുള്ളൊരു സമയത്ത് നല്ല ചാറ്റമഴയുണ്ട്. ചാറ്റമഴയെ കൂടി ഞാനിങ്ങനെ പോകാൻ നേരത്ത് അറിയാലോ, കുമരകത്തിൻ്റെ ഇല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡിലും പാടമാണ്. പാടത്തിൻ്റെ നടുവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു വണ്ടി നേരെ വന്ന്, ഞാൻ വണ്ടി അല്പം വെട്ടിച്ചു. അപ്പുറം ഞങ്ങൾ രണ്ടുകൂടെ ഈ കണ്ടത്തിൻ്റെ സൈഡിലൂടെ വണ്ടിയായിട്ട് ഇറങ്ങി അങ്ങ് പോയി. അദ്ദേഹം തെറിച്ച് അതിൻ്റെ ചാലി പോയി. ഞാനിപ്പുറം വീണ്, എൻ്റെ ദേഹത്ത് ചെളി പറ്റി, കരയിലെ തന്നെ ചെളി പറ്റി, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മൊത്തം ചെളിയായിപ്പോയി. ഞാൻ നോക്കാൻ പുള്ളി കയറി വന്ന് ചെറിപ്പാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മൗനമായിട്ട്, എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ഞാൻ സങ്കടം കൊണ്ടാണോ ഒന്നും പറയാൻ തോന്നിയില്ല. ഞാനും പുള്ളിയുടെ വണ്ടി വലിച്ചു കയറി. പുള്ളി ഇത് പറഞ്ഞോണ്ട് തന്നെ വണ്ടി വലിച്ചു കയറ്റുന്നത്. വണ്ടി വലിച്ചു കയറ്റി വണ്ടി ഒരു വിധത്തിൽ സ്റ്റാർട്ടാക്കി പോവുക. പിന്നെ ആരും ഒന്നും മിണ്ടുന്നില്ല, സൈലന്റിൽ പോകാൻ നേരത്ത് പുള്ളി ഒരു ചോദിച്ചു, നിങ്ങൾ എന്നാ ഒന്നും മിണ്ടാഞ്ഞേ? അതൊരവസരമായിരുന്നു. ഞാൻ അപ്പോഴാണ് വാതുറക്കുന്നത്, ഞാനൊരു പാസ്റ്ററാണ്, എന്തും വായി തോന്നുന്നു വിളിച്ചു പറയാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് എൻ്റെ നാവിനെ കേടാക്കാൻ പറ്റത്തില്ല. പയ്യെ സുവിശേഷം നടത്തി പറഞ്ഞു. ഇന്ന് കോട്ടയത്ത് ഒരു ചർച്ചിനകത്തവരുണ്ട്. അവസരങ്ങളാണ് കളയരുത്. ഇന്ന് ബസ്സിൽ വന്നിരിക്കുന്നവരോട് നീ യേശുവിനെ പറ്റി പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ജീവിതത്തിൽ കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും വലിയ കാര്യമാണത്. എന്നാ പറഞ്ഞാലും ഞാൻ ഈ ചർച്ച പ്രസംഗിച്ച സുവിശേഷത്തിൽ എത്തത്തുള്ളൂ. അത് എൻ്റെ കുഴപ്പമല്ല, അത് അങ്ങനെ ആയിപ്പോകുന്നതാ.
ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് വാ, പുറത്ത് ഞാൻ പ്രസംഗിക്കുന്ന കണ്ടു നോക്ക്. അങ്ങനെ ഒന്നും വരൂല്ല. ഇവിടെ വന്ന് ഇങ്ങനെ വരുള്ളൂ. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഒരു സുവിശേഷത്തിൻ്റെ വ്യാപനം ഈ പട്ടണങ്ങളിൽ നിങ്ങളിലൂടെ സംഭവിക്കാൻ പോവുകയാണ്. അതിനായുള്ള പദ്ധതികളെ പരിശുദ്ധാത്മാവ് തരട്ടെ. യെരൂശലേമിലെ സഭ ജാതികൾക്ക് വേണ്ടി തുറക്കാതിരുന്നപ്പോൾ ജാതികളിലേക്ക് വിടേണ്ടതിനായി അവരൊന്ന് ചിതറിയെന്നൊരു നേരാണ്. പക്ഷേ അവരുടെ അകത്ത് സ്പിരിച്വൽ കവറിങ് ഉണ്ടായിരുന്നു. അത് കാരാഗ്രഹത്തിൽ പോയി കടന്നപ്പോഴും ദൈവം അതിനെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അത് പട്ടണങ്ങൾക്കകത്ത് നിന്നപ്പോഴും വെളിപ്പെടുത്തി. ഹല്ലേലൂയ. യെരൂശലേമിലെ സഭയെ ഏതാണ്ട് നശിപ്പിച്ചു എന്ന രീതിയിൽ ചിതറിപ്പോയല്ലോ. ചിതറിപ്പോയപ്പോൾ ഹല്ലേലൂയ പലയിടങ്ങളിലേക്കും പോയ സ്ഥലങ്ങളിലേക്ക് ഇവർ പോകുന്നതിൻ്റെ ഭാഗമായി അന്നത്തെ ഏറ്റവും വലിയ നേതാവ് ഹല്ലേലൂയ ശൗൽ ഹല്ലേലൂയ ദമസ്കോസിലേക്ക് കയറി വരികയാണ്. ഹല്ലേലൂയ. ഈ വീട് അതിൻ്റെ റെവലേഷനോടെ തുറക്കാൻ പറ്റുന്ന ഒരു വാക്കും അവിടെ കാണുന്നില്ല. ഇതിങ്ങനെ തുറക്കാൻ കാരണമായത് എൻ്റെ അകത്ത് ഇടിച്ചു കയറിയ ഒരു ദൂതാണ്. ആമേൻ. ആ ദൂത് ഇതാണ്: യെരൂശലേമിലെ സഭയെ തൊട്ടതിന് കാരണം അവർ ദൈവ പദ്ധതിയിൽ എവിടെയോ പുറകിൽ നിന്നത് കൊണ്ടാണ്. പക്ഷെ ദമസ്കോസിലെ സഭയെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് അറിയാം നമ്മളൊരു സ്പിരിച്വൽ കവറിങ്ങിനകത്താണെന്ന്? നീ ഒരു ദൈവ പദ്ധതിക്കകത്ത് നിൽക്കുന്നവനാണെങ്കിൽ ഭൂമിയിൽ ഒരുത്തനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതാണ് വാഗ്ദത്തത്തിലേക്ക് കടക്കാൻ നേരത്ത് ഹല്ലേലൂയ പ്രയാസങ്ങളുടെ നടന്നു വന്ന് കയറിയവൻ, കണ്ട് വന്നവൻ, ചെങ്കടലിൽ പ്രയാസപ്പെടുന്നവൻ കണ്ടവൻ, ഹല്ലേലൂയ യോർദാനിൽ പ്രയാസപ്പെടുന്നത് കണ്ടത്, ഹല്ലേലൂയ ഹായ് പട്ടണത്തിന് മുമ്പിൽ പ്രയാസപ്പെട്ട് കണ്ട മനുഷ്യനോട് ദൈവം പറയാണ്, മോശ പ്രയാസത്തോടെയാണ് ഡെലിവറൻസുകളെല്ലാം ചെയ്തത്. പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ അടിമത്തത്തിൽ 40-ലധികം വയസ്സ് കടന്നവനാണ്. ഹല്ലേലൂയ ഉയർന്നു നോക്കാൻ നിന്റെ കണ്ണുകൾക്കോ ഹല്ലേലൂയ മനസ്സിനോ ധൈര്യം ഇല്ലെന്നറിയാം. പക്ഷെ നിനക്കൊരു ധൈര്യം ഞാൻ നൽകാൻ പോവുകയാണ്. ജീവിതകാലത്തിൽ ഒരുത്തനും ഒരിക്കലും നിന്റെ നേരെ നിവർന്നു നിൽക്കുകയില്ല. ദൂതിനെ സ്വീകരിക്കാൻ എത്ര പേര് പറ്റും? ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ശബ്ദമാകുന്നവരോട് ഞാൻ പറയാ, നിന്റെ മേൽ ധൈര്യത്തിന്റെ ആത്മാവിനെ പകരുക. ഹല്ലേലൂയ. എങ്ങനെ, എവിടെ, ഏത് രീതി പറയണമെന്നുള്ളത് അപ്പോൾ നിന്റെ നാവിനകത്ത് ദൈവം വെളിപ്പെടുത്തും. ഇതെൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള സാക്ഷ്യമാണ്. ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല. ഇതെല്ലാം കർത്താവ് പറയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിനക്ക് പറയാനുള്ളത് മുൻകൂട്ടി തയ്യാറാക്കി സ്വർഗം ഹല്ലേലൂയ വെച്ചിട്ടുണ്ട്. റെഡിയാണോ? തയ്യാറായി പോകാൻ കർത്താവ് അത് നിന്റെ നാവിൻ്റെ മേൽ തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു വിഷയം തുറക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ആ വിഷയം തുറന്നത് 2 ആശയങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ്. ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനന്യാസിന്റെ താല്പര്യം, ശൗൽ ഒരു കുലപാതകനും സഭയെ മുടിച്ചവനും സഭയെ ദ്രോഹിച്ചവനുമാണ്. അവനെ സൗഖ്യമാക്കാനോ അവന് വേണ്ടി പ്രാർത്ഥിക്കാനോ പോകാൻ തയ്യാറല്ല. പക്ഷെ ദൈവം പറയാണ്, ഇപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അനന്യാസേ, നീ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ അവനെ തൊട്ടിരിക്കുന്നു. ആമേൻ. അവൻ തൊട്ടത് കൊണ്ട്, അവൻ എന്നെ തിരിച്ചറിഞ്ഞത് കൊണ്ട് ഇപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വിരോധമായി നിന്ന ചിലരെ നിങ്ങൾക്ക് വിരോധമായി നിന്നവർ നിങ്ങൾക്ക് അനുകൂലമാകാൻ കഴിയുന്ന രീതിയിൽ ദൈവം തൻ്റെ പ്രവർത്തികൾ അവരുടെ ലൈഫിനകത്ത് അനുവദിക്കാൻ പോവുകയാണ്. ശൗലിനെ തൊട്ടതുപോലെ, ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റിയതുപോലെ, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിച്ചതുപോലെ, കർത്താവേ എന്ന് വിളിക്കാത്തവനെ കർത്താവേ എന്ന് വിളിച്ചതുപോലെ, ഇന്ന് ഈ പട്ടണത്തിനകത്ത് ചിലരെ വിളിപ്പിക്കാൻ ദൈവം തന്റെ പ്രവർത്തികൾ അവരുടെ ലൈഫിനകത്ത് അനുവദിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ അകത്തേക്ക് കയറണം എന്ന് ആഗ്രഹമുണ്ട്. സുവിശേഷത്തിനകത്ത് അവിടെ നിന്ന് പോവുക. ഹല്ലേലൂയ. ഞാൻ ചെറിയ വാക്കുകളിലൂടെ പറയാം. 91 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിനകത്താണ് ഹല്ലേലൂയ രാത്രിയിലെ ഭയത്തെയും, ഒന്ന് പറ, പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയും
ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. എന്തുകൊണ്ടാണ് നീ അത്യുന്നതൻ്റെ മറവിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദോഷവും നിന്നെ തട്ടത്തില്ലെന്ന്. ഹല്ലേലൂയ. അയക്കപ്പെട്ട ദൂതന്മാർ നിന്റെ ചുറ്റിനും ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ യഹോവയുടെ നാമത്തെ ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇരിക്കുമ്പോൾ യഹോവ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. അത് അബ്രഹാമിനെ സംബന്ധിച്ച അവൻ എൻ്റെ ജീവൻ, അവൻ എനിക്ക് ചുറ്റും പരിചയമായിരിക്കുന്നു. എനിക്ക് ചുറ്റും അമ്മേൻ ഒരു സ്ഥലത്താണ്. പരിച എന്ന് പറയുന്നത് നമുക്കറിയാം. ഹല്ലേലൂയ. നമ്മുടെ ഐഡിയക്കകത്ത് അത് നമ്മുടെ മുമ്പിൽ മാത്രം പിടിക്കാനാണ്. അഭ്യാസം അറിയാവുന്നവർ പുറകെ കൂടെ അടി വന്നാലും ഇങ്ങനെ വെക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് പറ്റുമെന്നറിയില്ല. പക്ഷേ കർത്താവ് പറയുന്നു, നീ വെറുതെ കണ്ണടച്ച് നിന്നാൽ മതി, നിനക്ക് ചുറ്റും പരിചകളുണ്ട്. ഒരു കെണിക്കകത്ത് നീ പെട്ടുപോകത്തില്ല. ഞാനിത് ആരോടൊക്കെ പറയുക, നീ ഒരു കെണിക്കകത്തും പെട്ടുപോകത്തില്ല. വേട്ടക്കാരൻ കെണി ഒരുക്കി നിന്റെ വഴിയിൽ ഹല്ലേലൂയ ഒരുക്കി വെച്ചിരിക്കുന്ന കെണിക്കകത്ത് നീ ഫ്രീ ആയി സഞ്ചരിക്കുന്ന പാതകൾ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനകത്ത് നിന്ന് നിനക്ക് നൽകും. ആമേൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹമാണോ ദൈവത്തിൻ്റെ ദൂതാണെന്ന് അറിയത്തില്ല, നിന്റെ ബിസിനസ്സിനകത്ത് ഇനി ചതി സംഭവിക്കും. നിന്റെ ജോലിക്കകത്ത് ഇനി ചതി സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ ക്രയവിക്രയങ്ങൾക്കകത്ത് ചതി സംഭവിക്കത്തില്ല. നിന്നെ ആർക്കും ചീറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിന്റെ മേലൊരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ വെളിപ്പെടുകയാണ്. എനിക്കറിയാം ഇത് എങ്ങോട്ടാ പോകുന്നത്. നിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് സാത്താനോ മനുഷ്യനോ ചതിക്കാൻ കഴിയാത്ത ലെവലിൽ കർത്താവ് ഒരു പ്രൊട്ടക്ഷനെ അയക്കുകയാണ്. ഇത് പിടിക്കണം. ഹല്ലേലൂയ. നിനക്ക് നൽകി വരാനുള്ളതോ വന്നതോ ആയ ആ മേഖലയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി സംഭവിക്കും. ചോർന്നു പോകുന്നുണ്ടെങ്കിൽ, അറിയാതെ മരുന്നിലേക്ക് അത് ഒഴുകുന്നുണ്ടെങ്കിൽ, അറിയാതെ രോഗങ്ങൾക്ക് കാരണമായി ഒഴുകുന്നുണ്ടെങ്കിൽ, അൺനെസസറിയായ സംഭവങ്ങൾ മേടിച്ചത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്തതിലേക്ക് പലതും കൈനീട്ടിയതിൻ്റെ ഭാഗമായി ചോർന്നു പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അറിയാതെ എവിടെയോ ഒരു ചോർച്ചയുണ്ടെങ്കിൽ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ഇന്ന് രാവിലെ അടയ്ക്കുകയാണ്. എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരാഴ്ച 200 രൂപ കൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഹല്ലേലൂയ. ഭയങ്കര വണ്ടിക്കൂലി ഉൾപ്പെടെ എടുക്കും. ഞാൻ ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. എന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്നറിയോ? അതേമായിട്ട് ഞാൻ ഈ ഒരു കടയിൽ കയറിയിട്ട് സാധനം മേടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ 2 സാധനം മേടിക്കുന്നതിൻ്റെ ക്യാഷാണ് മൊത്തം സാധനം മേടിച്ചപ്പോൾ ആയുള്ളൂ. എൻ്റെ ഒരു ചോദ്യമാണ്, ഞാൻ ഞങ്ങളുടെ വീട്ടിലെ എണ്ണ അനുസരിച്ചാണ് ഇത് പെറുക്കുന്നത്, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞത് ഈ പിശുക്കാണോ? ഞാൻ പറയും പിശുക്കോ? എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ. ലാവിഷാണ്, സന്തോഷമാണ്. കർത്താവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഞാനെന്തോ പറഞ്ഞു വന്നപ്പോൾ ഇത് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ആത്മാവിൽ പറയുന്നു, അറിയാതെ എങ്ങോട്ടൊക്കെയും ഒഴുകി പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നൊരു പശ കൊണ്ടുവന്നിട്ടുണ്ട്. ആളുടെ പേര് പരിശുദ്ധാത്മാവെന്ന. ഒട്ടിയാൽ ഒട്ടിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചോർച്ചകളൊക്കെ അടയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഫിനാൻഷ്യൽ ഡോറുകളുടെ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ഹല്ലേലൂയ. സംരംഭങ്ങൾ പുതുതായി ആരംഭിക്കട്ടെ. പുതിയ ആരും പിടിക്കുന്നില്ലേ? കൈ ഉയർത്തിയൊക്കെ നന്നായി പിടിച്ചോ. സാധ്യതകളില്ലാത്ത സ്ഥലത്ത് നീ ഒരു സംരംഭകനാകട്ടെ. ഹല്ലേലൂയ. ആ പ്ലാറ്റ്ഫോമുകൾ ഇല്ലാത്തവൻ നീ പുതിയ പ്ലാറ്റ്ഫോമുകൾ കെട്ടട്ടെ. ഈ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ പറയുമ്പോൾ ഇതൊക്കെ പറയണമെന്നാണ് ആത്മാവ് എനിക്ക് ബോധ്യം നൽകുന്നത്. ഞാൻ എഴുതിയിട്ട സാധനം മൊത്തം ഇവിടെ കിടപ്പുണ്ട്. അതിൽ ഒരു പോയിന്റിലേക്ക് പോലും ഞാൻ തെറ്റില്ല. യെരുശലേമിലെ സഭയെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ പറയുന്നു, അത് നിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുവാണ്. ആമേൻ. ദമസ്കോസിലേക്ക് കാല് കുത്തിയപ്പോഴേ ഒരടി. ഞാൻ മനസ്സിലാക്കുന്നു,
ഇവരറിഞ്ഞു ദമസ്കോസിലെ വിശ്വാസികളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്കറിയാം പാതാള ഗോപുരങ്ങൾക്ക് സഭയെ തകർക്കാൻ കഴിയത്തില്ലെന്ന്? ഹല്ലേലൂയ. ഒരു അധികാര പത്രം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ മേല് അധികാരം ചെലുത്താൻ വന്നാൽ സഭയുടെ അധികാരി വെറുതെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്കറിയാം സഭയ്ക്ക് ഒരു അധികാരി ഉണ്ടെന്ന്? ഹല്ലേലൂയ. ആ അധികാരി ഹല്ലേലൂയ ഒന്ന് നോക്കിയാൽ വെളിപ്പാട് പുസ്തകത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത് കാണാം. 7 പൊൻനിലവിളകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ ശോഭ കണ്ടാൽ അവൻ സഭയുടെ നായകനാണ്. ആ ചോദ്യത്തിനകത്തുണ്ട്, നീ എന്തിനാ എന്നെ തൊടുന്നേ? നീ എന്തിനാ എന്നെ തൊടുന്നത്? ഹല്ലേലൂയ. ആര് തൊട്ടെന്നാ ചോദിക്കും. ശൗല് ചോദിക്കാനുണ്ട്, ഞാൻ ആരെ അങ്ങനെ തൊട്ടിട്ടില്ല. തൊട്ടെന്ന് മൊത്തം ഈ കുപ്രചരണം നടത്തുന്ന പുതു ശബ്ദങ്ങളെയാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് യേശു പറയുന്നത്, ഇല്ല, അവരാണ് യഥാർത്ഥമായത്. അത് വെറും കുപ്രചരണമല്ല, അത് സുവിശേഷമാണ്. ആ സുവിശേഷത്തെ ഞാൻ എൻ്റെ ആശയത്തിന് ആ വാക്കുകളൊന്നും അവിടെ ഇല്ല കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും നിന്റെ വീട്ടിൽ സഭയിൽ ഫലിക്കയില്ല. എൻ്റെ കൂടെ 1 മിനിറ്റ് നിൽക്കാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയുന്നു, ഈ സഭയുടെ വളർച്ചയ്ക്ക് നേരെ ഉണ്ടായ സ്പിരിച്വൽ അറ്റാക്കിന് ആത്മാവിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് എതിർക്കാൻ തയ്യാറുള്ള ആത്മമണ്ഡലത്തെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒരു സ്വോത്രമെങ്കിലും പറയണം. നിന്റെ വളർച്ച കണ്ടിട്ട് തളർച്ചയാക്കി മാറ്റിയ, നിന്റെ ആരാധന കണ്ടിട്ട് ആരാധന ഇല്ലാതാക്കി മാറ്റിയതിന് ഹല്ലേലൂയ അതിൻ്റെ പിറകിൽ ഇറങ്ങി നിന്ന ഹല്ലേലൂയ മുണ്ടക്കയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിരോധാത്മാവുണ്ട്. അതിനെ ആത്മാവിൽ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. യെരൂശലേം ഏലിയാവ് യാഗപീഠം പണിതപ്പം ഓടിച്ചെന്ന് പണിയല്ലായിരുന്നു, ഇടിഞ്ഞു കിടന്നതിനെ ഒന്നുകൂടി ഇടിച്ച് നിരത്തി, ചാലുകൾ കീറി തോടുകളാക്കി, ഇടിഞ്ഞ കല്ല് ഗോത്രങ്ങൾക്കൊത്തവണ്ണം 12 എടുത്തെടുത്ത് വെച്ച് നോക്കി നിൽക്കുകയാണ്. തീയിറക്കും എന്ന് പറഞ്ഞവൻ തീയിറക്കുവാനുള്ള പദ്ധതികളുമായിട്ടാണ് നിൽക്കുന്നത്. വേഗതയൊന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ വേഗതയൊന്നുമില്ല. ഓരോന്നും കൃത്യമായിട്ട് എടുത്തു വെക്കുന്നു. ബാലിന്റെ പ്രവാചകന്മാർ മാറി നിൽക്കുമ്പോൾ പണി തീർത്ത യാഗപീഠത്തിന്റെ മേൽ ഏലിയാവിന്റെ വാക്കിനകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നു. എന്താ കാരണം? ചിലതൊക്കെ പണിയപ്പെട്ട് കയറിയാൽ തീ ഇറങ്ങിയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാനുള്ള മൂഡ് മൊത്തം പോവുക. എൻ്റെ താഴോട്ട് വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം തൻ്റെ പദ്ധതിയുണ്ട്? ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് സ്പിരിച്വൽ കവറിങ് വരികയാണ്. നിങ്ങളുടെ പട്ടണങ്ങൾക്കകത്ത് സ്പിരിച്വൽ കവറിങ് വരുവാണ്. ഞാൻ ഒരു വെളിപ്പാട് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഞാൻ ഒന്ന് പറഞ്ഞ വേഗത്തിൽ അങ്ങ് നിർത്താം. എൻ്റെ ഭാഗമൊന്നും ആയില്ല, ഞാനത് പക്ഷെ നിർത്തുക. ഇതിങ്ങനെ ഇരുത്തി പ്രസംഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ദൈവം പാപം ചെയ്ത ശേഷം തൻ്റെ മക്കളല്ലാതായി മാറിയ ആദമിനെയും ഹവ്വയെയും ചെവിക്ക് പിടിച്ച് തോട്ടത്തിന് വെളിയിൽ കൊണ്ടാക്കിയിട്ട് ഊരിപ്പിടിച്ച കിരൂബുകളെ തോട്ടത്തിന് ഇവര് പ്രൊട്ടക്ഷനകത്തായിരുന്നല്ലേ, തോട്ടത്തിനകത്ത്. പക്ഷെ അതിനകത്ത് സാത്താൻ കയറായിരുന്നു. പ്രൊട്ടക്ഷനകത്താണെങ്കിൽ ഇവൻ കയറി വരും. ഇവിടെ ഒരു ഫ്രീ വില്ലുണ്ട്. നീ അനുവദിക്കാതിരുന്നാൽ അവൻ അകത്താണ് വന്നാലും പുറത്ത് വന്നാലും ഒരു പ്രശ്നവുമില്ല. അല്ല, നീ ഒരു കൃത്യ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് അല്ലെങ്കിൽ നീ അകത്ത് നിന്നാലും പുറത്താണെങ്കിലും ഭയങ്കര പ്രശ്നമാണ്. ഹല്ലേലൂയ. ഇതൊക്കെയാണ് സഭയുടെ തകർച്ചകൾക്ക് കാരണമാകുന്നത്. കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് മനസ്സിലാക്കി ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്.
അതുകൊണ്ട് ഇതിനകത്ത് അഭിപ്രായങ്ങളില്ലാതെ ദൈവം തൻ്റെ തീരുമാനങ്ങൾ പ്രവാചകന്മാരിലൂടെ അറിയിച്ചതനുസരിച്ച് വിളമ്പാനാണ് പോലും നിയോഗിക്കപ്പെട്ടത്. അവരൊന്നും വിളമ്പി തീർന്നെന്നല്ല, മറിച്ച് അവർ അതിശക്തന്മാരായ സുവിശേഷവന്മാരായി തീർന്നെന്നാ വചനം പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സൂക്ഷിക്കാൻ ഏദൻ തോട്ടത്തിൽ ഒരു ജീവവൃക്ഷം ഉണ്ടായിരുന്നു. ഈ ജീവവൃക്ഷത്തിന്റെ അവകാശിയാണ് പുറത്തു നിൽക്കുന്നത്. ഹല്ലേലൂയ. പാപം ചെയ്തവൻ ആ ജീവവൃക്ഷത്തെ കയറി പിടിക്കാൻ പറ്റത്തില്ല. അവൻ ആ സ്പിരിച്വൽ കവറിങ്ങിന് പുറത്തു പോയി നിൽക്കുക. പുറത്തു പോയി നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ജീവവൃക്ഷം സ്പിരിച്വൽ പ്രൊട്ടക്ഷനകത്താ നിൽക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ജീവവൃക്ഷം വന്നാൽ നീ ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷനകത്താ നിൽക്കുന്നത്. ആരാണ് ആ ജീവവൃക്ഷം? ആ ജീവവൃക്ഷത്തിന് അവിടെ കയറി ചെന്ന് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ആ വാക്ക് ഫിലിപ്പി ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞിട്ട് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. ജീവനായവൻ മനുഷ്യനായി ഇറങ്ങി വന്നു. അവൻ ഭൂമിയിൽ വന്നെന്നല്ല, എന്നെ പുറത്താക്കിയതിന് കാരണമായ പാപത്തെ എന്നിൽ നിന്ന് പുറത്തിറക്കി കളയേണ്ടതിന്, ഞാൻ ചെയ്ത പാപത്തിന്, നിങ്ങൾ ചെയ്ത പാപത്തിന്, ആദാം ചെയ്ത പാപത്തിന് പരിണിതമായി കാൽവറി കുരിശിൽ യാഗമായി ആ യാഗത്തിന് ദൈവപ്രസാദം കൊടുത്തുകൊണ്ട് ഭൂമിയിൽ ദൈവപ്രസാദം ലഭിച്ചവർ ഉള്ളിലേക്ക് ആ ജീവവൃക്ഷം വന്നു കയറി. ഹല്ലേലൂയ. അങ്ങനെ കയറിയവരോട് പറയുക, ആ കെരുവ് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ആ കെരുവ് ഇപ്പോഴും ആ തോട്ടത്തിൻ്റെ മുമ്പിലല്ല നിൽക്കുന്നത്, ജീവവൃക്ഷത്തെ കാത്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ആ ജീവവൃക്ഷം ക്രിസ്തുവാണ്. ആ ക്രിസ്തു അകത്ത് വസിക്കുന്നവരുടെ പിറകിലും മുമ്പിലും ദൈവത്തിൻ്റെ കെരൂബുകൾ ഊരിപ്പിടിച്ച വാളുമായി നിൽപ്പുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്റെ യാത്രകൾക്കകത്ത് അപകടങ്ങൾക്ക് സ്ഥാനമില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രാർത്ഥനകൾക്ക് ശേഷം അടൂരിൽ എനിക്കും ഗ്ലാഡ്സൺ പാസ്റ്ററും പുള്ളിയുടെ വൈഫിനും പങ്കെടുക്കേണ്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉറക്കം വന്നു. ഇദ്ദേഹം 21 ദിവസം ഉപവാസമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനം കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഉറക്കം വന്നിട്ട് എനിക്ക് തോന്നിയില്ല. എത്രത്തോളം വേഗത്തിൽ എനിക്ക് വാഹനം ഓടിച്ച് വീട്ടിൽ കൊണ്ടുവരാമോ അത്രത്തോളം ഒരു അമൈസ് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ പന്തളം കഴിയുന്ന സമയത്ത് ഒരു കൂട്ടം ജനം ഓടിക്കയറുന്നുണ്ട്. പന്തളം നമുക്കറിയാലോ, പന്തളത്തിനകത്ത് ആ അയ്യപ്പന്മാര് വന്ന് നിൽക്കുന്ന ഭാഗമാണ്, അതിന്റെ ഭാഗത്താണ് ഈ സംഭവം. ഞാൻ ആദ്യം വിചാരിച്ച എന്തോ പോസ്റ്ററുമായിട്ട് ഓടി വന്ന് അതെന്തോ തരാനോ പിരിക്കാനോ എന്ന് അറിഞ്ഞുകൊണ്ട് കിട്ടിയ സ്ഥലത്തൂടെ ഞാൻ വണ്ടി അങ്ങ് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തെടുത്തു. അലറിക്കൂവുന്ന കാർച്ചയോടെയാണ് അവർ വീണ്ടും തന്നത്. എനിക്ക് മനസ്സിലായി, അവസാനത്തെ ആ ഭാഗത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഹല്ലേലൂയ എന്തോ പ്രശ്നമാണെന്ന്. ഞാൻ പെട്ടെന്ന് വണ്ടി വെട്ടിച്ചങ്ങ് നിർത്തി. ഞാൻ കാണുന്ന കാഴ്ച ലൈൻ കമ്പി ഇങ്ങനെ പൊട്ടിയിട്ട് മിന്നിക്കൊണ്ട് എൻ്റെ കണ്ണിന് മുമ്പിൽ ഈ വണ്ടിയെ തൊടാതോടെ നിൽക്കുകയാണ്. നീ ഒരു സ്പിരിച്വൽ കവറിങ്ങിലാണോ? ഞാൻ അറിയാതെ വണ്ടി വെട്ടിച്ചിട്ടും അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിനെ ആശ്ചര്യമാകുന്നൊരു സംഭവമുണ്ട്. കോട്ടയത്ത് പഴയ നാവുമ്പടം സ്റ്റാൻഡ് പഴയ ഇപ്പോൾ പുതിയ പാലമാണ്. പഴയ പാലത്തിൻ്റെ മേളിൽ നിന്ന് ഞാൻ എൻ്റെ വണ്ടിയെ ഓടിച്ചു വരികയാണ്. എൻ്റെ കൂടെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട അപേഷ് എന്ന് പറയുന്നൊരു സഹോദരനുമുണ്ട്. എൻ്റെ കയ്യിൽ അവൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്. ഞാൻ നല്ല വാഹനം ഓടിച്ചു വരുവാണ്. എങ്ങോട്ടും നോക്കിയാണ് വന്നത്. നേരെ ഡയറക്റ്റ് ഞാൻ നോക്കിയില്ല, വണ്ടിയില്ലെന്നാണ് വിചാരിച്ചത്. ചെറുപ്പത്തിൻ്റെ ഇതെല്ലാം ഉണ്ട്. ഓടി വരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മുമ്പിൽ ഒരു വലിയ പാൻറ് ലോറി നിൽക്കുകയാണ്. നല്ല സ്പീഡിൽ വരികയാണ്.
എനിക്ക് എങ്ങോട്ടും വെട്ടിക്കാൻ നേരമില്ല, ഒന്നും വെട്ടിച്ചില്ല, ചവിട്ടി കിട്ടിയില്ല, വണ്ടി മറിയുന്നത് ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണുന്ന കാഴ്ച, ആ വണ്ടിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് താഴോട്ട് നോക്കുക. എൻ്റെ പുറകെ ഇരുന്നവൻ അപ്പുറത്തെ മതിലിൻ്റെ അപ്പുറം പോയിരിപ്പുണ്ട്. അവനൊന്നും പറ്റിയില്ല, ദേഹം മൊത്തം മുറിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വഴിയുടെ സൈഡിൽ വെറുതെ നിൽപ്പുണ്ട്, എൻ്റെ വണ്ടിയും വെറുതെ നിൽപ്പുണ്ട്. എൻ്റെ ഒരു കൈ തളർന്നു പോകുന്നത് പോലെ വേദന. എനിക്ക് മനസ്സിലായത് എന്നെ ആരോ കയറി പിടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. വണ്ടിക്കടി പോയത് ഞാനും കണ്ടതാണ്, ആ വണ്ടിക്കാരനും കണ്ടതാണ്. പിടിച്ചു മാറ്റുന്നത് പോലെ ഒരു വ്യക്തി എന്നെ സൈഡിലേക്ക് പിടിച്ചു നിർത്തി. ഏകദേശം 1 വർഷത്തോളം ആ വേദന എൻ്റെ ശരീരത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എന്നാന്ന് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ മരണത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം അനുവദിക്കപ്പെട്ടാൽ പോലും ദൈവം നിന്നെ അനുവദിക്കാത്ത രീതിയിൽ ഒരു സ്പിരിച്വൽ കവറിങ്ങിനകത്ത് കയറ്റുക. വാക്യങ്ങളിലൂടെ തെളിയിക്കണമെന്ന് താല്പര്യപ്പെട്ട വന്ന് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അനുഭവത്തിലൂടെ ഒതുക്കുകയാണ്. നീ ഒരു സ്പിരിച്വൽ കവറിങ്ങിനകത്താണ് നിൽക്കുന്നത്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഇത് നിന്റെ വീട്ടിൽ അനുവദിച്ചാൽ രോഗങ്ങൾ പടി വിട്ടിറങ്ങിയിരിക്കും. ഏതെങ്കിലും ശാപങ്ങൾ സമ്പത്തിലോ കുഞ്ഞുങ്ങളിലോ കുടുംബത്തിലോ ഏതെങ്കിലും അടുക്കളയിലോ ദാരിദ്ര്യമായിട്ട്, ഹല്ലേലൂയ, പൈസയുണ്ട് പക്ഷേ ശരിയായ ആഹാരം കഴിക്കാൻ വയ്യാത്തവരുണ്ട്. അത് ശാരീരിക പ്രശ്നമായിട്ടും അല്ലാതെയും ഉണ്ട്, ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തതായിട്ട് ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, കർത്താവ് വന്നാൽ എല്ലാം ശരിയാകും. ആമേൻ. കർത്താവിനെ അനുവദിച്ച് ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ വന്നാൽ നിന്റെ സൗന്ദര്യം, നിന്റെ മധുരം, ഹല്ലേലൂയ, നിന്റെ ആ അന്തരീക്ഷം ഭയങ്കര മധുരമായിത്തീരും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു ദൂതിന് ഒരു അപ്ഡേഷൻ പറഞ്ഞ് നിർത്തട്ടെ. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ദൂതിനകത്തെ അപ്ഡേഷൻ പറഞ്ഞ് നിർത്തട്ടെ. ദാവീദ് കിന്നരം ദാവീദ് പാട്ടുപാടിയ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. അതിനകത്ത് പറഞ്ഞു വിട്ട ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷൻ ഇങ്ങനെയായിരുന്നു: പറയാൻ ആളില്ലാത്തടത്ത് താൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് പറച്ചിൽ പാട്ടായി മാറി. ആ പാട്ട് ഇസ്രയേലിൻ്റെ മധുരഗായകൻ എന്ന പേരിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് ഇങ്ങനെ പറഞ്ഞോന്നറിയില്ല, പറയുന്നു. ഹല്ലേലൂയ. നിനക്ക് പറയാൻ ആളില്ലെങ്കിൽ പാടിക്കൂ, അറിയാവുന്നവർ പാടിക്കൂ. അതൊരു ദൈവം ഒരു പൊസിഷനാക്കി മാറ്റും. ഇപ്പൊ പറയാൻ ആഗ്രഹിച്ച കാര്യം, അന്ന് കയ്പായിരുന്നു, അന്ന് വേദനയായിരുന്നു. തൻ്റെ സഹോദരങ്ങളെ നോക്കുമ്പോൾ അകത്തൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പനും അമ്മയും തള്ളി എന്നുള്ള വേദന കൊണ്ട് നിറയായിരുന്നു. പക്ഷേ ഇതെല്ലാം റിസൾട്ട് വെളിപ്പെട്ട് വന്ന പേര് ഇസ്രയേലിൻ്റെ മധുരഗായകൻ. ഹല്ലേലൂയ. സങ്കടത്തിനകത്ത് മധുരമുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്റെ ദർശനത്തെ ഫുൾഫിൽ ചെയ്യുമ്പോൾ നിന്റെ ഇന്നത്തെ ദുഃഖം അന്ന് സന്തോഷമായി മാറും. എന്ന് പറഞ്ഞ് നിന്റെ ഇന്നത്തെ ദുഃഖം അന്ന്, ഹല്ലേലൂയ, ബൈബിൾ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും വലുതാന്ന് ചിന്തിക്കണ്ട. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിടുന്നത് പോലെ അലറിക്കൂവി ആ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളി വേദന കൊണ്ട് നിൽക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ കഴിഞ്ഞ നിമിഷത്തിൽ ശരീരത്തിൽ അനുഭവിച്ച വേദന എവിടെയോ പറന്നു പോകുന്നത് പോലെ മാത്രമാണ് ഈ ലോകത്തിൻ്റെ ക്ഷണിക ദുഃഖം ബൈബിൾ അവതരിപ്പിക്കുന്നത്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഹല്ലേലൂയ, ഇന്നത്തെ പ്രഹരങ്ങൾ നിനക്ക് വേദനയാകരുത്. നിനക്കൊരു സ്പിരിച്വൽ കവറിംഗ് ഉണ്ട്. അതിനകത്തേക്ക് കയറി. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിന്നെ സംരക്ഷിക്കാൻ അറിയാവുന്നവനുണ്ട്. കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രകാശനം വെളിപ്പെട്ടിട്ടുണ്ടെന്ന്, ഒരു സ്പിരിച്വൽ കവറിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രകാശം വെളിപ്പെട്ടിട്ടുണ്ട്. അത് ചില വാക്കുകൾ വാചകമായി നിൻ്റെ അകത്ത് കയറട്ടെ, വാക്കുകൾ സത്യമായി നിൻ്റെ അകത്തേക്ക് കയറട്ടെ. എന്നിൽ നിന്നല്ല, വചനത്തിൽ നിന്ന്. അത് നീ ഉറക്കെ നിൻ്റെ വീടിനെ നോക്കി പ്രഖ്യാപിക്കട്ടെ. ഹല്ലേലൂയ. സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. ഹല്ലേലൂയ. അരയ്ക്ക് സത്യം കെട്ടി, ഹല്ലേലൂയ, കവചം ധരിച്ച് നിൽക്കുന്ന ഒരു ആയുധധാരിയാണ് നീ എന്ന്, സർവായുധധാരിയാണ് നീ എന്നും, അപ്പുറം നിൽക്കുന്നവന് തുരുമ്പടിച്ചൊരു ബ്ലേഡ് പോലും ഇല്ലാത്തവനാണെന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് കയറി നിൽക്കാമെങ്കിൽ നിന്റെ വാക്ക് പോലും വാളായി മാറുവാനിടയായിത്തീരും. വാക്കുകളെ നിർത്തുന്നു. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.